പ്രശ്നം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, മിഞ്ഞാന്ന് പറഞ്ഞു, A to Sh, A to Sh ഇത് NHAIൻ്റെ ചുമതലയാണ്. അതിന് മുമ്പ് 3 ദിവസം മുമ്പേ മരുമകൻ പറഞ്ഞ ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ് സർക്കാരിന്. കഴിഞ്ഞ 9 കൊല്ലം നടന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾ തന്നെ പറയുന്നു. ഇവിടെ അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് നരേന്ദ്രമോദിജിൻ്റെ സർക്കാരാണ്. അത് വിഴിഞ്ഞം പോർട്ടാണോ, ഹൈവേ ആണോ, എയർപോർട്ടാണോ, റെയിൽവേ സ്റ്റേഷനാണോ, റെയിൽവേ ട്രെയിൻസ് ആണോ, നടത്തിയതെല്ലാം നരേന്ദ്രമോദിജിയാണ്. ഇതാണ് സത്യം. ഒരു കോമഡി ഷോ മാതിരില്ല. ഇതുവരെ CPMൻ്റെ മരുമകൻ പറഞ്ഞ ഇത് ഞങ്ങൾ ചെയ്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ലേ, ആകെ ഈ നാട്ടിൽ നടന്നതൊരു ഹൈവേ ആണ്. അതും ചെയ്തത് നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയാണ്. ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നടന്നത് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക. അവർ പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അടിച്ച് നരേന്ദ്രമോദിജീൻ്റെ പദ്ധതി അത് PM മിഡ് ഡേ സ്കീമാണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസ് ആണോ, ഇത് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു പെട്ടെന്ന് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ചെയ്തില്ല, അത് ഞങ്ങളുടെ അല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ജനങ്ങളെല്ലാം വെടിയാക്കുന്ന ഒരു സ്ട്രാറ്റജി, അത് നടക്കില്ല. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ദേശീയപാത തകർന്ന കൂര്യാട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. ദേശീയപാത അധികൃതരുമായി സംസാരിക്കുകയും ചെയ്തു. सर ये हमारा आर्यमा रेस्टोरेंट और इधर ये रिटर्निंग वाले यहाँ पे सर्विस प्रोवाइड का जो ये वाला हाइट है ये अराउंड 2 to 3 मीटर है। हाँ, तो एंड सर्विस रोड से जो हमारा ये आर्यमा का हाइट है वो अराउंड 11 और यहाँ पे लोड काफ़ी ज़्यादा है। और जितना जो नीचे का जो सॉइल बिकॉज ऑफ द सर्कुलेटिंग ऑफ द रेन वो जो नीचे का सॉइल है संक हो गया। हाँ, वो इट वाज नॉट एबल टू सपोर्ट दैट मच, सो दैट इज व्हाई ये हमारे व्हाट शिफ्टेड ये जो सर्विस रोड उसका सपोर्ट शिफ्ट हुआ है कि ये इसके नीचे शिफ्ट हुआ है? नहीं सर, ये स्लिप सर्कल में सर ये जो नीचे का सर एकदम जो इसके अंडरग्राउंड से जो नीचे का लेयर है उसकी और नीचे का काफ़ी बिलो द डेप्थ वो जो है सर वो वहाँ से स्लिप सर्कल हुआ है। तो बट नॉर्मली वहाँ पे सॉइल टेस्टिंग और फाइलिंग वगैरह नहीं जाते हैं। अगर वेट सॉइल है तो हम यूजुअली डू सम फाइलिंग एंड यू रेनफोर्स द फाउंडेशन। हाँ सर, वो फाइलिंग वगैरह सर जब ज़्यादा ये स्ट्रक्चर जैसे हमारा एलिवेटेड स्ट्रक्चर होता है उसमें फाइलिंग वगैरह होता है, उसमें सॉइल स्ट्रेटा का बिकॉज ऑफ रेन वो जैसे 4 वाटर प्रेशर बढ़ गया तो उसका जो एबिलिटी है अर्ली जो स्ट्रेचर बढ़ गया उसका एबिलिटी है वो कम हो गया सॉइल का। तो सर ये कोई अनयूजुअल रेन था, पहले ऐसा रेन नहीं हुआ है। तो हर साल बारिश होता नहीं है, इस बार क्या हुआ अजीब सा क्या हुआ? कोई ज़्यादा बारिश तो हुआ नहीं अभी तक। ये बिकॉज सर जो लोड है वो लोड ज़्यादा है और मतलब अलग से एकदम से जैसे कैसा किया वो लोड ऑफ द व्हीकलर ट्रैफिक और लोड ऑफ द डेड लोड। व्हीकलर ट्रैफिक का लोड काफ़ी कम होता है, डेड लोड सबसे मैक्सिमम है। സംഭവം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് നേരിട്ട് സംസാരിച്ചെന്നും ശാശ്വത പരിഹാരം വേണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കരാർ കമ്പനിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൃത്യമായ ലക്ഷ്യബോധമുള്ള നേതാവാണ് നിതിൻ ഗഡ്കരി. തകർച്ച അന്വേഷിക്കുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ ഇടപെടൽ ഉണ്ടാകും. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെ 9 വർഷമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർക്കറിയാം. അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. CPMകാർ ചെയ്യുന്നത് കോമഡി ഷോയാണ്. ഇതുവരെ CPMൻ്റെ മരുമകൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തതെന്നായിരുന്നു. പദ്ധതി ഏതെന്ന് നോക്കാതെ മരുമകനും കേരള സർക്കാരും ഫ്ലെക്സ് വെച്ച് ആഘോഷിക്കുകയാണ്. എന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി തന്നെ നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർ പറഞ്ഞത് എന്താ പറയുക, ഈ ഓവർ ഇതിൻ്റെ ഒരു ലോഡിൻ്റെ കാരണമാണ് ആ സോയിൽ, ഈ മഴക്കാലം മഴേൻ്റെ കാരണം ആ സോയിൽ കുറച്ച് സോഫ്റ്റായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, ഞാനിത് 4 ദിവസം മുമ്പേ നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞു പിന്നെ കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്, അതൊന്ന്. രണ്ടും ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഇതിനെക്കുറിച്ച് എക്സാമിനേഷനും ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ആ റിപ്പോർട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി പോയി നിതിൻ ഗഡ്കരിയോടൊപ്പം ഇരുന്ന് ഇതിൻ്റെ എന്തായിരിക്കും പെർമനൻ്റ് ഒരു സൊല്യൂഷൻ, ഇത് ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഒരു ബ്രിഡ്ജാണോ പാലമാണോ, അത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ എൻക്വയറി കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും, അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ പരിഹാരം തീരുമാനിക്കും. ഞാൻ രാഷ്ട്രീയം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, മിഞ്ഞാന്ന് പറഞ്ഞു A2 ഇത് NHAIൻ്റെ ചുമതലയാണ്. അതിന് മുമ്പ് 3 ദിവസം മുമ്പേ മരുമകൻ പറഞ്ഞ ഇതല്ല, ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ് സർക്കാരിൻ്റെ. നോക്കൂ, NHAI എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ലക്ഷക്കണക്കിൽ കിലോമീറ്റേഴ്സിൻ്റെ ഹൈവേ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. ലോകത്തിൽ എല്ലാവർക്കും അറിയാം, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ്. അത് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് കാരണം, ഈ എൻക്വയറി കമ്മിറ്റി, എക്സ്പെർട്ട് കമ്മിറ്റി അത് നോക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ, അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇതിൻ്റെ സർവേ മാറ്റിയിട്ടുണ്ടോ, ആദ്യം ആൾക്കാർ സമരം ചെയ്തിട്ട് ഇതിൻ്റെ സർവേ മാറ്റിയോ, ഇത് ഒരു ഫോൾട്ടി ഡിസൈനാണോ, ഇത് പിന്നെ കോൺട്രാക്ട് ചെയ്ത തെറ്റാണോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. എത്രയോ സിനാരിയോസ് ഉണ്ടല്ലോ. ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഇതെല്ലാം മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുത്താൽ നമുക്ക് ഈ എന്താണ് നടന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതൊന്ന്. രണ്ടാമത്തത്, ഈ മുമ്പോട്ട് പോകുമ്പോൾ അതിന് എന്താണ് പരിഹാരം, എന്താണ് അതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ, അതും നമുക്ക് തീരുമാനിക്കണം. റിപ്പോർട്ട് നൽകിയതിന് ശേഷം എന്ത് ഇടപെടലായിരിക്കും നടത്തുക പാർട്ടി? അല്ല, പാർട്ടിയായിട്ടല്ല. നിതിൻ ഗഡ്കരി ഞാൻ എത്ര കൊല്ലം അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഡൈനമിക് ലീഡറാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡറിന്, ഒരു ഗ്ലോബൽ ഒരു വിഷണറിയാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് ഇരുന്ന് നമുക്ക് സംസാരിച്ച് ഇതിൻ്റെ പരിഹാരം, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണ് ഇവിടെ. ഇവർ പറഞ്ഞ പോലെ, ഈ ഓഫീസർ പറഞ്ഞ പോലെ ഇതൊരു ട്രിക്കി ലാൻഡാണ്, സോഫ്റ്റ് ലാൻഡാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സോഫ്റ്റ് ലാൻഡിന് ഈ ഒരു ഓവർപാസിൻ്റെ ലോഡും അത് എന്താണ് അവർ ചെയ്യേണ്ടത്, ഡിസൈനിലാണോ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിലാണോ, അത് അവർ തീരുമാനിക്കണം. പക്ഷേ അത് ഇവിടെ മാത്രമല്ല, മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്, മറ്റ് ജില്ലകളിലും ഇങ്ങനെ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, ഈ ഒരു സ്ഥലത്തിന് മാത്രം അല്ല, ഞാൻ ഈ സ്ഥലത്തിന് മാത്രമേ ഞാൻ കമൻറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് ഞാൻ വന്ന് കണ്ടു, ഇത് മനസ്സിലാക്കി. ഞാൻ കാണാത്തതും മനസ്സിലാക്കാത്തതും ഞാൻ കമൻറ്റ് ചെയ്യാറില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വന്നു കണ്ടു, എന്നിട്ട് ഞാൻ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ഉടനെ ഡൽഹി പോവും, നിതിൻ ഗഡ്കരിക്കൊപ്പം ഇരുന്ന് ഇതിൻ്റെ ഒരു പരിഹാരം എടുക്കാം. പ്രതിത്വത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തോ പ്രതിത്വത്തിൻ്റെ ഒരു പ്രശ്നമില്ല. പല രീതിയിൽ പറയുന്നത് എന്ത് വരുന്നു, കേരളം വരുമ്പോൾ എല്ലാവരും ഓരോരോ സ്ലോഗനും വാഗ്ദാനവും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ എല്ലാവരും പറയല്ലോ. ഞാൻ പറയുന്നത്, പാർട്ടി പറയുന്നത് ഒന്നാണ്. ഒരു കാര്യം, ഇതിൽ വ്യക്തമായിട്ടൊരു കാര്യം, കഴിഞ്ഞ 9 കൊല്ലം നടന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾ തന്നെ പറയുന്നു. ഇവിടെ അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് നരേന്ദ്രമോദിജിൻ്റെ സർക്കാരാണ്. അത് വിഴിഞ്ഞം പോർട്ടാണോ, ഹൈവേ ആണോ, എയർപോർട്ടാണോ, റെയിൽവേ സ്റ്റേഷനാണോ, റെയിൽവേ ട്രെയിൻസ് ആണോ, നടത്തിയതെല്ലാം നരേന്ദ്രമോദിജിയാണ്. ഇതാണ് സത്യം. അതിൽ ഞാൻ അങ്ങനെ വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. പൊളിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് പൂർണ്ണമായിട്ടും കേന്ദ്രം ആണ് ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഒരു കോമഡി ഷോ മാതിരില്ല. ഇതുവരെ CPM-ന്റെ മരുമകൻ പറഞ്ഞ ഇത് ഞങ്ങൾ ചെയ്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ലേ, ആകെ ഈ നാട്ടിൽ നടന്നൊരു ഹൈവേ ആണ്, അതും ചെയ്തത് നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയാണ്. ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നടന്നത് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക. അവർ പദ്ധതികൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഫോട്ടോ അടിച്ച് നരേന്ദ്രമോദിജീൻ്റെ പദ്ധതി, അത് PM മിഡ് ഡേ സ്കീമാണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസാണോ, ഇത് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു പെട്ടെന്ന് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ചെയ്തില്ല, അത് ഞങ്ങളുടെ അല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ്.
ജനങ്ങളെല്ലാം വിഡ്ഢിയാക്കുന്ന ഒരു സ്ട്രാറ്റജി. അത് നടക്കില്ല. എൻക്വയറി റിപ്പോർട്ട് ഞാൻ അങ്ങനെ വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ല. നമ്മൾ നോക്കാം. അത് നോക്ക്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോന്ന് പറയുന്നു, ഞങ്ങളുടെ ഫോൾട്ടല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ച് ഒരു പിന്നെ ചുമതലയില്ല. അത് എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ. ഈ ലാൻഡ് തരുന്നത് സംസ്ഥാന സർക്കാരാണ്, അതിൻ്റെ സർവേ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് സർവേ ചെയ്തോ, നന്നായിട്ട് നടന്നോ, അത് എന്താണ് ഇതിൻ്റെ കാരണം, അത് കോൺട്രാക്ടർ ചെയ്ത തെറ്റാണോ, ഇത് NHI ഒരു ക്വാളിറ്റി ഡിസൈനാണോ കൊടുത്തത്, അതെല്ലാം എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ. BJP മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് P. സുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറി K. രാമചന്ദ്രൻ, മേഖലാ ജനറൽ സെക്രട്ടറി M. പ്രേമൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K. സുരേന്ദ്രൻ, വേങ്ങര മണ്ഡലം പ്രസിഡന്റ് VN ജയകൃഷ്ണൻ, T. ജനാർദ്ദൻ എന്നിവർ രാജു ചന്ദ്രശേഖരനെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി TV-യും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.